ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ശനിയാഴ്ചയാണ്. അത്ര നല്ല ദിവസമൊന്നുമല്ല, എങ്കിലും വലിയ കുഴപ്പമില്ലാത്തൊരു ദിവസമായിരുന്നു കേട്ടോ. അപ്പോൾ അതേ രാവിലെ എണീറ്റു പതിവ് പോലെ. അപ്പോൾ എൻ്റെ ശബ്ദത്തിനൊരു ചെറിയ മാറ്റം തോന്നുന്നു. വേറെ ഒന്നുമല്ല, ഞാനിതിൻ്റെ ഇടയിലൊന്ന് ഉറങ്ങി എണീറ്റിട്ടാണ് കേട്ടോ ഞാനിത് വോയിസ് ഓവർ കൊടുക്കുന്നത്. അതിൻ്റെയാണ് കേട്ടോ. അപ്പോൾ ഞാനിന്ന് രാവിലെ എണീറ്റ് വരുമ്പോൾ കാണുന്നത് രണ്ട് പിള്ളേർ കൂടിയിട്ട് മറ്റേ ഫോണും കൊണ്ട് എന്താ പറയുക, വീഡിയോസ് എടുക്കുകയാണ് രണ്ടുപേരും കൂടിയിട്ട് കേട്ടോ. അപ്പോൾ ഇവിടെ ഞങ്ങൾ പറയും 3 പേരും ഇതല്ലേ കാണുന്നത്, 3 പേരുടെയും കയ്യിൽ ഫോൺ എടുത്തിട്ട് ഇങ്ങനെ വീഡിയോസ് എടുക്കുകയല്ലേ. അപ്പോൾ അവർ വ്ളോഗ് എടുക്കണം കേട്ടോ, രണ്ടാളും കൂടിയിട്ട്. അപ്പോൾ തോമു ഫുള്ള് കാറിൻ്റെ ചുറ്റും നടന്നിട്ടാണ് ഫോട്ടോസും വീഡിയോസും എടുക്കുന്നത്. പാച്ചു പിന്നെ അങ്ങനെയില്ല, എന്ത് കണ്ടാലും എടുക്കും. അപ്പോൾ ഇന്നലെ ഞങ്ങൾ സിനിമയ്ക്ക് പോയപ്പോൾ മറ്റേ ഗുരുവായൂരമ്പലം നടയിൽ പോയപ്പോൾ പാച്ചു കിടന്ന് ഉറങ്ങുമായിരുന്നു. അവസാനം ഒച്ചയും ബഹളമൊക്കെ കേട്ട് എണീറ്റിട്ട് നോക്കിയപ്പോൾ ഫോൺ അമ്മയുടെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ട് ക്ലൈമാക്സ് ഇടിക്കുന്നതൊക്കെ ഫോട്ടോ എടുക്കായിരുന്നു. അപ്പോൾ കാണാൻ നല്ല രസമായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ പറയും കുട്ടികൾ അതാണല്ലോ കാണുന്നത്, അപ്പോൾ അതാണ് ചെയ്യണേന്ന് പറയും. അപ്പോൾ ചാക്കോച്ചൻ്റെ ഫോട്ടോ എടുക്കുക, ഓടി നടന്ന് വീഡിയോ എടുക്കുക, ഇതൊക്കെയാണ് ഇപ്പോൾ അവരുടെ പുതിയ ഹോബി. രണ്ടാളും കൂടിയാൽ കേട്ടോ. അപ്പോൾ അങ്ങനെ ഇനിയിപ്പോൾ ഇത് എന്താവുമെന്ന് എനിക്കറിയില്ല. ഞാൻ വീഡിയോ എടുക്കേണ്ട കോപ്പിറൈറ്റും കാര്യങ്ങളൊക്കെ കിട്ടുമെന്നുള്ളത് എനിക്കറിയില്ല, സ്ട്രൈക്കും കാര്യങ്ങളും. കാരണം നമുക്ക് എങ്ങനെ വന്നാലും നമ്മുടെ ഫ്രെയിമിൽ നമ്മുടെ കുട്ടികൾ വരുന്നുണ്ട്. അപ്പോൾ അത് ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞു, എന്നാലും അറിയാണ്ടത് വന്ന് പോകുന്നുണ്ട്. അപ്പം അങ്ങനെ കളിയും ബഹളമൊക്കെ കഴിഞ്ഞ് തോമുതേ പ്ലേ സ്കൂളിലേക്ക് ഇറങ്ങായിട്ടോ. അവരെങ്ങനെയാണെന്ന് വെച്ചാൽ ഇനി കുറച്ച് ദിവസം കൂടി ഉള്ളൂ, അത് കഴിഞ്ഞാൽ പിന്നെ പാച്ചുവിൻ്റെ കൂടെയാണ് പോവുക. അപ്പോൾ ഇന്ന് അവന് ഇതേ പുതിയ കാറ് അപ്പം കൊണ്ടുവന്നപ്പോൾ അതിൽ പോണതിൻ്റെ ആ ഒരു സന്തോഷത്തിലാണ് പോണത് കേട്ടോ. അപ്പോൾ ലീലമാമ ഇവിടെയുള്ള കാരണം അവന് ഭയങ്കര എന്താ പറയുക, അമ്മ കാണാൻ വേണ്ടിയിട്ട് അവൻ ഇതേ പത്രാസിലൊക്കെ ഇരുന്നിട്ട് അപ്പയുടെ കൂടെ പോണത് നല്ല കുട്ടിയാണെന്ന് പറഞ്ഞിട്ട് പോണതാണ് അപ്പോൾ ഈ കാണുന്നത്. അപ്പോൾ അങ്ങനെ എന്താ പറയുക, ഇനി ഈ ഞാൻ പറഞ്ഞില്ലേ കുറച്ച് ദിവസം കൂടി ഉള്ളൂ, അത് കഴിഞ്ഞാൽ ഇനി പുതിയ സ്കൂളിലേക്ക് രണ്ടാളും കൂടി പോണത് കാണാൻ വേണ്ടിയിട്ടാണ് ഇനിയിപ്പോൾ ഞങ്ങളുടെ എല്ലാവരുടെയും കാത്തിരിപ്പ്. അപ്പോൾ ഇവിടെ ഇന്നലെ പൂൾ ഡേ എന്ന് പറഞ്ഞിട്ടാണ്, ശരിക്കും ഇന്നലെ ആയിരുന്നു, പിന്നെ അത് ഇന്നാണെന്ന് പറഞ്ഞു. പക്ഷേ ഇന്നും പോയെങ്കിലും അങ്ങനെ ഉണ്ടായില്ല, എനിക്ക് തോന്നുന്നു മഴയായതുകൊണ്ടായിരിക്കണം. പക്ഷേ ഇന്ന് മഴയൊന്നും പെയ്തിട്ടില്ല കേട്ടോ. ഇന്ന് നല്ല വെയിലില്ലെങ്കിൽ പോലും നല്ലൊരു അന്തരീക്ഷമായിരുന്നു. അപ്പോൾ അങ്ങനെ കണ്ടു, എല്ലാ ദിവസവും അടിച്ചു വരിയിട്ട് നമ്മുടെ പ്ലാവിൻ്റെ ഇല കിടക്കണമുണ്ടോ. എന്താ ചെയ്യുക, മഴ പെയ്തില്ലെങ്കിൽ നമുക്ക് അടിച്ചു വരാൻ സുഖമാണ്. മഴ പെയ്ത് കഴിഞ്ഞാൽ അത് വെള്ളത്തിൽ കിടന്നിങ്ങനെ ഒട്ടിയിട്ടേ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം അങ്ങനെ ഈ ചാക്കോച്ചനും ലീലമാമയുള്ള കാരണം ചാക്കോച്ചൻ ഫുൾ ടൈം ലീലമാമയുടെ കൂടെയാണ് കേട്ടോ. അപ്പം ഇന്ന് ഞങ്ങൾക്ക് ദോശയായിരുന്നു. അപ്പോൾ ഡോൺ കൊണ്ടാക്കി തിരിച്ച് വന്നിട്ടാണ് കേട്ടോ ദോശ കഴിച്ചത്. ഞങ്ങളെല്ലാവരും ദോശ കഴിച്ചത്. ഡോണിന് പേപ്പർ റോസ്റ്റാണ്, ഞങ്ങൾക്കൊക്കെ ദോശ. അവന് അതാ ഇഷ്ടമുള്ളൂ. അപ്പം അങ്ങനെ എന്നോട് ഈ ബ്രേസ്ലെറ്റ് ശരിക്കും പറഞ്ഞാൽ ഞാൻ കഴിഞ്ഞ ആഴ്ച കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറേ കുട്ടികൾ എനിക്ക് മറ്റേ ഈ വീഡിയോൻ്റെ താഴെ വന്ന് കമൻറ്റ് ചെയ്തു ബ്രേസ്ലെറ്റ്സിൻ്റെ ഫോട്ടോസ് കാണിക്കുമെന്നുള്ളത്. അപ്പം ഞാൻ സാധാരണ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒന്നെങ്കിൽ ഡ്രീം കളക്ഷൻസിൽ അല്ലെങ്കിൽ നമ്മുടെ സ്റ്റാറ്റസ് ഇടുകയാണ് ചെയ്യുക. അപ്പോൾ എനിക്ക് തോന്നുന്നു എൻ്റെ ഫോണിൽ കോൺടാക്റ്റ് ഇല്ലാത്ത കുട്ടികളാണെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് വീണ്ടും ഇടുന്നത് കേട്ടോ. ഇത് കുറേ കുട്ടികൾ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായ ഒരു പാറ്റേണാണ് ഈ ബ്രേസ്ലെറ്റ്സ്. നമ്മുടെ കയ്യിൽ കണ്ടമാനം പാറ്റേൺ ഉണ്ട്, 19 പാറ്റേൺ ഉണ്ട്. പക്ഷേ ഇത് വീണ്ടും കാണണം എന്ന് പറഞ്ഞതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നു അവർക്ക് വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് തോന്നുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ കാണുമ്പോൾ പറയാമല്ലോ. അപ്പോൾ ഞാൻ നിങ്ങളോട് വീണ്ടും പറയണു, നമ്മളുടെ ഫോൺ നമ്പർ നിങ്ങൾ ചോദിച്ചാൽ ഞാൻ താഴെ തരും. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾക്ക് അതിൽ മെസ്സേജ് ചെയ്താൽ നിങ്ങൾക്ക് ഓർഡർ ചെയ്യാം കേട്ടോ. അപ്പോൾ അങ്ങനെ അറിയാത്ത കുട്ടികളാണെന്ന് തോന്നുന്നുണ്ട്, പുതിയത് വരുന്ന കുട്ടികളായിരിക്കാം. പക്ഷേ ആൻറ്റിക്ക് കാണിക്കാൻ സന്തോഷമുള്ളൂ കേട്ടോ. ഇത് നമ്മുടെ മുഖപ്പൂവാണ്. മുഖപ്പൂ പല പാറ്റേണിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അതും ഈ പറഞ്ഞ പോലെ ഒരു 4-5 എണ്ണമൊക്കെ പാറ്റേൺ പോയി. ഇനിയിപ്പോൾ വളരെ കുറച്ച് പാറ്റേൺസ് ബാക്കിയുള്ളൂ. അപ്പോൾ ഞാൻ അതും കൂടി ഇതിൽ കൂടെ ഇൻക്ലൂഡ് ചെയ്തതാണ് കേട്ടോ. 2-3 എണ്ണം ഇതിൽ ഇല്ലാത്തതും ഉണ്ട് കേട്ടോ. ഞാനത് സെലക്ട് ചെയ്തപ്പോൾ അറിയാണ്ട് സെലക്ട് ചെയ്ത് പോയതാണ്. അപ്പോൾ ആവശ്യമുള്ള ഡിസൈൻ പറഞ്ഞാൽ ഉണ്ടെങ്കിൽ ഞാനത് നിങ്ങൾക്ക് തരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് അതിൻ്റെ ഡിസൈൻസ് കേട്ടോ. റൂബി ജെയ്ഡും പിന്നെ റൂബി വൈറ്റ് ഇല്ല, റൂബിയാണ് അധിക ഭാഗമുള്ളത് കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിലുണ്ട് 2-3 പാറ്റേൺ ഞാൻ യൂസ് ചെയ്യുന്നത് കേട്ടോ. അതും ഈ പറഞ്ഞ പോലെ നല്ല ഭംഗിയാണ് കാണാനായിട്ട്. അപ്പോൾ അത് ഇട്ട് കഴിഞ്ഞപ്പോഴാണ് കുറേ പേര് ചോദിച്ചത്. എൻ്റെ കയ്യിലത്തെ എനിക്ക് തോന്നുന്നു ഒരു 6-7 കൊല്ലം, 7 ഇവരുടെയൊക്കെ കല്യാണത്തിൻ്റെ മുമ്പ് തൊട്ടുള്ളതാണ്. അപ്പോൾ അത് കണ്ടിട്ട് കുറേ പേര് ചോദിച്ചപ്പോഴാണ് ഞാൻ വീണ്ടും ഇത് കൊണ്ടുവന്നത് കേട്ടോ. കാരണം അത് ഞാൻ ഒരു വട്ടം ഒരു ഫംഗ്ഷൻ ഇട്ടപ്പോഴാണ് എല്ലാവരും ഇതെങ്ങനെയാണ് ഏതാണെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പിന്നെ അത് കൊണ്ടിരിക്കുകയാണ് ചെയ്തത്. അപ്പോൾ അങ്ങനെ ഇത് ശരിക്ക് ഞങ്ങൾ പുറമേ നിന്ന് ബോംബെ നിന്നൊക്കെ വരുമ്പോഴാണ് അത് കിട്ടാറ്. ഇപ്പോൾ ഇവിടെയും കിട്ടി തുടങ്ങിയെന്ന് തോന്നുന്നുണ്ട് കേട്ടോ.
അപ്പോൾ ഇതൊക്കെ നമ്മുടെ ഡംബൽസിൻ്റെ വളയും കാര്യങ്ങളൊക്കെയാണ്. ഇതും ഈ കുട്ടികൾ കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ ഞാനത് രണ്ടാമത് റിപ്പീറ്റ് കാണിക്കേണ്ടതാണ്. അപ്പോൾ നിങ്ങൾ എൻ്റെ കോൺടാക്ട്സിൽ ഇല്ലാത്ത കുട്ടികൾ എനിക്കൊരു ജസ്റ്റ് ഒരു മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഞാൻ ചെയ്യാറ് എങ്ങനെയാണെന്ന് വെച്ചാൽ ആ നമ്പർ സേവ് ചെയ്ത് വെക്കും. ആ സേവ് ചെയ്ത് വെക്കുമ്പോൾ നിങ്ങൾക്ക് എല്ലാ ദിവസവും സ്റ്റാറ്റസ് കാണാം. സ്റ്റാറ്റസിൽ എന്നും ഞാൻ പല പാറ്റേൺസ് ഇടാറുണ്ട്. അപ്പോൾ അതിൽ നിന്ന് സെലക്ട് ചെയ്തിട്ടാണ് കുട്ടികൾ ഇത് വാങ്ങിക്കാറുള്ളത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമ്പറില്ലാത്തവർ എന്നോട് ചോദിച്ചാൽ കമൻറ്റിൽ പറഞ്ഞാലെങ്കിൽ ഞാൻ പിൻ ചെയ്ത് വെക്കാം നമ്പർ. അപ്പോൾ അതനുസരിച്ച് ഇപ്പോൾ സാരിയുടെ വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ ആ സെയിം നമ്പർ തന്നെയാണ് ഓർണമെൻറ്റ്സിന് കേട്ടോ. രണ്ടിനും ഒരേ നമ്പറാണ്. അപ്പോൾ അതുകൊണ്ട് ആ നമ്പറിലേക്ക് എനിക്ക് മെസ്സേജ് ചെയ്താൽ മതി. അപ്പോൾ ഞാൻ ആ നമ്പർ സേവ് ചെയ്ത് വെക്കുകയും ചെയ്യും. അതനുസരിച്ച് നിങ്ങൾക്ക് കോൺടാക്ട്സിൽ വന്ന കാരണം സ്റ്റാറ്റസ് കാണുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ അങ്ങനെ ഇതൊക്കെയാണ് നമ്മുടെ സ്പ്ലിറ്റ് ബാംഗിൾസിൻ്റെ ചെറിയ ഭാഗങ്ങൾ. അപ്പോൾ പിന്നെ ഞാൻ അവിടെ നിന്ന് എണീറ്റ് പതുക്കെ നമ്മുടെ വീടിൻ്റെ അകത്തേക്ക് വന്നപ്പോൾ ഡിവൈൻ നിന്ന് ഡോക്ടറെ അടുത്തേക്ക് പോയേക്കായിരുന്നു. ഡിവൈനും ഡോണും കൂടിയിട്ട് കേട്ടോ. ബ്ലഡ് ടെസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതാണല്ലോ. അപ്പോൾ ഡോക്ടറെ അടുത്തേക്ക് പോയി. ആ വിശേഷമൊക്കെ ഡിവൈൻ തന്നെ പറയും കേട്ടോ. അത് ഏൽക്കാണ് പോയത്. അപ്പോൾ അത് കഴിഞ്ഞ് എനിക്ക് തോന്നുന്നു ഉച്ചയ്ക്ക് ഒരു 2-2:30 ഡിവൈൻ തിരിച്ചെത്തുമ്പോൾ. രാവിലെ പോയതാണ്. ഡോണും പോയി. ഡോണിന് എനിക്ക് തോന്നുന്നു വേറെ ഡോക്ടറെ അടുത്തേക്കും ഡിവൈൻ ദയയിലേക്കാണ് പോയത്. അപ്പോൾ ഞാൻ ആ സമയം കൊണ്ട് ഡിംപിൾ കിച്ചണിൽ നിൽക്കണ നേരം കൊണ്ട് ഞാൻ വേഗം ഈ ഭാഗങ്ങളൊക്കെ ഒന്ന് ഒതുക്കി. ഡാഡി പുറത്ത് ബിസിനസ്സിൻ്റെ ആവശ്യത്തിന് പോയി. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ നാളെ ഞായറാഴ്ചയല്ലേ. അപ്പോൾ എന്തൊക്കെ വേണം ഏതൊക്കെ വേണമെന്ന് നോക്കണമെങ്കിൽ കഴിഞ്ഞ സാധനങ്ങൾ അറിഞ്ഞാലല്ലേ പറ്റുള്ളൂ. അങ്ങനെ ഒഴിഞ്ഞ പാത്രങ്ങളൊക്കെ മാറ്റി ബാക്കിയൊക്കെ ഒക്കെ അടിയായി. വേപ്പില അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ആയി. അപ്പോൾ ഞാൻ ഇതൊക്കെ പാത്രങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെച്ചു. അപ്പോൾ ചെറുനാരങ്ങ ബാക്കിയായി. മറ്റേ വേനലിൽ നമ്മളെപ്പോഴും വാങ്ങി മിൻലൈം അടിക്കുമായിരുന്നല്ലോ. അപ്പോൾ ഇപ്പോൾ ചെറുനാരങ്ങ ബാക്കി. അപ്പോൾ ഞാൻ ഡിവൈനോട് പറഞ്ഞു അത് നമുക്ക് അരിഞ്ഞ് ഉപ്പിലിടാമെന്ന് പറഞ്ഞു. ഉപ്പിലിടെ അച്ചാറിടെ എന്തെങ്കിലും ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ എല്ലാവരും ഡാഡി ഇതിപ്പോൾ പോയുള്ളൂ കേട്ടോ. രണ്ടാമത് വന്നിട്ട് പോവുകയാണ്. ഇനി വരണോട് കൂടിയിട്ടാണ് പാച്ചുനിയും കൊണ്ട് വരിക. അപ്പം ഞാൻ ആ പോയോട് കൂടിയിട്ട് ഞാൻ നടയിലത്തെ ലൈറ്റ് ഓഫ് ചെയ്തു. പിന്നെ വീണ്ടും ഞാൻ എൻ്റെ പണികളിലേക്ക് തന്നെ ഏർപ്പെട്ടു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഫ്രിഡ്ജ് കാലിയായി. ഫ്രീസറും ഫ്രിഡ്ജൊക്കെ ഒരുവിധം കാലിയായി. അപ്പോൾ ഇത് ഞാനിങ്ങനെ മാറ്റി വെച്ചേക്കുന്നത് ഇതിനകത്ത് നമ്മളുടെ മണി പ്ലാന്റ് നടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഞാനിങ്ങനത്തെ കണ്ടെയ്നറുകളും കാര്യങ്ങളൊക്കെ എവിടെ നിന്ന് കിട്ടിയാലും ഞാനത് കളക്ട് ചെയ്ത് വെക്കും. അപ്പോൾ കുട്ടികളെന്നെ കളിയാക്കും. പക്ഷേ എനിക്കെന്തോ അത് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനത്തെ എല്ലാതും നല്ല ഭംഗിയുള്ള കുപ്പികളും ഒക്കെ കണ്ടാൽ ഞാൻ മാറ്റി വയ്ക്കും. അപ്പോൾ അങ്ങനെ കിച്ചണിലത്തെ അവസാനത്തെ പണികളായി തുടങ്ങി. അപ്പോൾ പൊറോട്ട ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വേഗം പൊറോട്ട അത് കട്ട് ചെയ്തൊരു പാത്രത്തിലേക്ക് ആക്കി. അപ്പോൾ ഏതെങ്കിലും ഒരു ദിവസം കൊത്തു പൊറോട്ട ഉണ്ടാക്കാമല്ലോ. അപ്പോൾ അത് ഫ്രിഡ്ജിൽ വെച്ച് നമ്മൾ ആവി കയറ്റിയതിന് ശേഷം ഉപയോഗിക്കുമ്പോൾ അത് 2 ഉള്ളൂ. എന്നാലും ആ 2 നമുക്ക് കളയാണ്ട് ഉപയോഗിക്കാമല്ലോ. അപ്പോൾ ചപ്പാത്തി ബാക്കിയുണ്ടായിരുന്നു. അത് ഞാൻ പൂരിയിലേക്ക് വെട്ടി ഒരു ബോക്സിലാക്കി അതും മാറ്റി വെച്ചു. അപ്പോൾ ഫ്രിഡ്ജിലാകുമ്പോൾ അത് സേഫായിട്ട് അവിടെ ഇരിക്കും. അപ്പോൾ അങ്ങനെ അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്കും കൂടിയും ഉള്ളതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഒരു പൊറോട്ട വന്നാൽ അത് കളയാൻ നിൽക്കണ്ട. അല്ലെങ്കിൽ എന്താ പറയുക, അത് ഇരുന്ന് ഉണങ്ങി നിൽക്കണ്ട. നിങ്ങൾ ഒരെണ്ണം കഴിഞ്ഞ് അപ്പോൾ അത് കട്ട് ചെയ്തൊരു കണ്ടെയ്നറിലാക്കി ഫ്രിഡ്ജിലേക്ക് വെക്കുക. അതിപ്പോൾ ചപ്പാത്തി ആയാലും 1 ആയോ 2 ആയാലും അത് ഉണ്ടാക്കിയിട്ട് ഉണക്കാൻ നിൽക്കണ്ട. ഉണ്ടാക്കിയിട്ട് ബാക്കി വന്നു കഴിഞ്ഞാൽ അത് കട്ട് ചെയ്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. എന്നാലും ഇങ്ങനെയാകുമ്പോൾ അത് നിങ്ങൾക്ക് പൂരിയായിട്ട് വേറൊരു രൂപത്തിൽ കുട്ടികൾക്ക് തന്നെ കൊടുക്കാം കേട്ടോ. അങ്ങനെ ഉച്ചയിലത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞ് എന്താ പറയുക, എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് ഡിംപിൾ പോയി. ശരിക്ക് 12:45 കംപ്ലീറ്റ് പണികൾ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ചില ദിവസം ഇങ്ങനെ കാണിക്കുമ്പോൾ കുട്ടികൾ ചോദിക്കും എന്താ ഒന്ന് ശരിക്ക് കാണിച്ചായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ അത് ഓർത്തപ്പോൾ ഞാൻ രണ്ടാമതൊന്നും എടുത്തിട്ട് കാണിക്കണതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചു ഇങ്ങനെ മതിയെന്ന്. അപ്പോൾ ഇത് ഫിഷ് ഫ്രൈ ആണ്. കഴിഞ്ഞ ഞായറാഴ്ച വാങ്ങിച്ചല്ലോ നമ്മൾ. അതിലത്തെ ലാസ്റ്റ് അവസാനിപ്പിക്കുകയാണ് എല്ലാതും കേട്ടോ. അപ്പോൾ ഫിഷ് ഫ്രൈ ഉണ്ട്. പിന്നെ ഇത് രസമാണെന്ന് വെച്ചത്. പിന്നെ എന്തൊട്ടാണ് നമ്മളുടെ ചിക്കൻ ഉള്ളി ഇട്ടിട്ട് വെക്കുക ചെയ്തത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഇത് ഇന്നലത്തെ വഴുതിരിങ്ങുപ്പേരി എനിക്കുള്ളതാട്ടോ. അപ്പോൾ അങ്ങനെ ഇത് ഉള്ളിയുടെ വേസ്റ്റും സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോഴേക്കും ഡിംപിൾ അടിച്ചു വാരിയിട്ട് ഒന്ന് തുടയ്ക്കാമെന്ന് പറഞ്ഞിട്ട് നിൽക്കുകയാണ്. അപ്പോൾ എല്ലാ ഭാഗവും ഡിംപിൾ എന്നെ ഒന്ന് ക്ലീൻ ചെയ്തു. കാരണം ഒരനക്കമില്ല. ചാക്കോച്ചനും ലീലാമ്മയും മുകളിലാണ്. ഡിവൈൻ പുറത്ത് പോയപ്പോൾ ഞാനും ഡിംപിളും മാത്രമേ ഉള്ളൂ. അപ്പോൾ കുട്ടികൾ വരണതിന് മുമ്പായിട്ടൊന്ന് ക്ലീൻ ചെയ്യാമെന്ന് വെച്ചിട്ട് കംപ്ലീറ്റ് അടിച്ചു വാരി പിന്നാലെ തുടക്കുകയും കൂടി ചെയ്തു കേട്ടോ. കാരണം ഇന്ന് നേരത്തോടെ എല്ലാ പണിയും കഴിഞ്ഞു. അപ്പോൾ അതുപോലെ ഒരു കുട്ടിയോട് ചോദിച്ചു, ലീലാമിശി വരണേന് എന്താ സ്പെഷ്യലൊന്നും ഉണ്ടാക്കാത്തതെന്ന്. ഞങ്ങൾക്ക് ഇന്നലെ വെള്ളിയാഴ്ചയായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ചൊവ്വയും വെള്ളി ഇപ്പോൾ ഇറച്ചി മീനൊന്നുമില്ല. അപ്പോൾ എന്നേക്കാളും കൂടുതലായിട്ട് അങ്ങനത്തെ കാര്യങ്ങൾ നോക്കുന്ന ആളാണ് ലീലാമ്മ. അതുകൊണ്ടാണ് നമ്മളതൊന്നും ചെയ്യാഞ്ഞത് കേട്ടോ. അപ്പം അങ്ങനെ ചിലത്തെ
എൻ്റെ ഈ വശത്തുള്ള ഒതുക്കലും കാര്യങ്ങളും കഴിഞ്ഞപ്പോഴേക്കും ഡിമ്പിൾ ഞാൻ പറഞ്ഞില്ലേ തുടയ്ക്കാനും എടുക്കാനൊക്കെ ആയിട്ട് നിന്നു. അപ്പോൾ ഞാനിന്ന് ശരിക്കും മുറ്റത്തേക്ക് ഇറങ്ങി. ഇവർ അകത്ത് ഡിമ്പിൾ അകത്ത് നിന്ന് ചെയ്യുമ്പോൾ ഞാൻ മുറ്റത്തേക്ക് ഇറങ്ങി. കാരണം തുണികൾ ഞാൻ പറഞ്ഞില്ലേ 2-3 ദിവസത്തെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്നൊരു ചെറിയ വെയിലില്ലെങ്കിലും ചൂടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വേഗം തുണികളൊക്കെ എടുത്ത് മടക്കാനായിട്ട് കൊണ്ടുവന്നു. പിന്നെ ആ പരിയപ്പുറമൊക്കെ ഒന്ന് അടിച്ചിട്ടു. അപ്പോൾ ഇവിടെ നിറച്ച് മറ്റേ ഒച്ച തന്നെയല്ലേ പറയുക, ആ സംഭവമാണ് നിറച്ചിട്ടോ. അപ്പോൾ അത് അപ്പോഴേക്ക് ഇവിടെ പാച്ചുട്ടൻ വന്നപ്പോൾ അവൻ തന്നെ കയറി വാക്കറിലിരുന്നു. അപ്പോൾ പിന്നെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അങ്ങനെ വേഗം അടിച്ച് കാരണം എന്താണെന്ന് വെച്ചാൽ നിറച്ച് ഈച്ച, കുറേയൊന്നുമില്ല എങ്കിലും ഈച്ച ശല്യം മുമ്പത്തേക്കാളൊക്കെ കൂടുതൽ ഈച്ച ശല്യം. അപ്പോൾ അത് കുട്ടികളും ഉണ്ട്. പിന്നെ എന്താ പറയുക, അത് കാണുമ്പോൾ ഒരു ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഫ്രണ്ടിലും അതെ, അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ ഈച്ച കൂട്ടം കൂടി നിൽക്കുമ്പോഴേ കാണുമ്പോൾ നമുക്കൊരു വിഷമം. അപ്പോൾ മൊത്തം പെനോയിലൊക്കെ ഇട്ടൊന്ന് തുടച്ചതാണ്. പക്ഷേ കാര്യമൊന്നും ഉണ്ടായില്ല കേട്ടോ. ഈച്ചയ്ക്ക് കുറച്ച് കുറവുണ്ടെങ്കിലും ഈച്ചയുണ്ട്. അപ്പോൾ പിന്നെ ഇന്നൊരു ഗസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു നമുക്ക്. അപ്പോൾ അവർ പറഞ്ഞു അവരുടെ അവിടെയൊക്കെ നിറച്ചാന്ന്. അങ്ങനെ ഞങ്ങളിത് എല്ലാം കഴിഞ്ഞ് ഭക്ഷണം കഴിക്കാതിരിക്കുക. അപ്പോൾ ഹാൻസൺ വിളിക്കുമായിരുന്നു. അപ്പോൾ നമ്മളെങ്ങനെയാണെന്ന് വെച്ചാൽ സ്വസ്ഥമായിട്ട് പണികളൊക്കെ കഴിഞ്ഞ് താഴ്ത്തിരുന്ന് ഭക്ഷണം കഴിക്കുക കേട്ടോ. അപ്പോൾ ഈ റൂം നിങ്ങൾ കണ്ടിട്ടുണ്ടോ, ആകെ അലങ്കോലപ്പെട്ടിട്ടൊക്കെ എടുക്കണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പെണ്ണിനോട് പറഞ്ഞു ഞാനൊന്ന് ആ റൂമൊന്ന് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്യാം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ആ മുറി ഒന്ന് ഒതുക്കാൻ നിന്നപ്പോൾ നമ്മുടെ സാരികളാണ്. അപ്പോൾ സാരികളും കാര്യങ്ങളൊക്കെ രണ്ടാമത്തെ ഒരു സെക്ഷൻ വന്നിട്ടുള്ളതാണ്. ഒരു 10-15 സാരികളാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അത് ഞാൻ സമാധാനത്തിൽ കാണിക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെ നമുക്കിന്ന് ഗസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് പൊന്നു ചായയും കോഫിയും പഴംപൊരിയായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ബാക്കി ബാറ്റർ അവിടെ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എല്ലാവരും കിടന്നതിന് ശേഷം ഞാൻ വീണ്ടും എന്താ പറയുക, നമ്മളുടെ ഞാനാണ് ബാക്കി പഴംപൊരി ഉണ്ടാക്കി വെച്ചത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഡിവൈൻ വന്നെങ്കിലും ഡിവൈൻ്റെ ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വാങ്ങിക്കാൻ വേണ്ടി വീണ്ടും പോയിട്ടോ. അങ്ങനെ ഞാൻ അങ്ങനെ നിൽക്കുമ്പോഴാണ് എനിക്കൊരു പാർസൽ വന്നത്, പോസ്റ്റിൽ വന്നത്. നോക്കിയപ്പോൾ നമ്മളുടെ ഗ്രൂപ്പിലുള്ള രമ്യ എനിക്ക് കുറച്ച് ചെടികൾ അയച്ചതാട്ടോ. അന്നാൾ നിങ്ങൾ കണ്ടില്ലേ, ജോർദാൻസിൻ്റെ മീനും എനിക്ക് കുറച്ച് അയച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഇത് പിടിച്ച് അവിടെ നിൽക്കുന്നുണ്ട്. ഞാൻ കുറച്ചും കൂടി ഉഷാറായിട്ട് കാണിക്കാമെന്ന് വിചാരിച്ചാൽ മീനുവിനെയും ഞാൻ കാണിച്ചിട്ടില്ല. അപ്പോൾ അങ്ങനെ അപ്പോൾ ഇത് മറ്റേ 10 മണിയനും ബാക്കി സംഭവമാണ് കേട്ടോ. അപ്പോൾ അത് പറഞ്ഞപ്പോഴാണ് ഞാനൊരു കാര്യം ഓർത്തത്. നമ്മളുടെ മീനു ഇന്ന് മറ്റേ ഭരണാങ്ങാനത്ത് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് അപ്പോൾ ഞാൻ പറയായിരുന്നു ഗ്രൂപ്പിൽ ഒരു കുട്ടിയാണ് പോയത്. പക്ഷേ ഞങ്ങളുടെ ഗ്രൂപ്പിലുള്ള എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുകയും തിരികെത്തിക്കുകയും ഒക്കെ ചെയ്തു. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അങ്ങനത്തെ ഒരു കൂട്ടായ്മ എന്ന് പറയുന്നത് അത് നല്ലതല്ലേ നമുക്കെപ്പോഴും. അപ്പോൾ അങ്ങനെ ഇപ്പോൾ ഉച്ചയിലത്തെ എല്ലാം കഴിഞ്ഞു. പാച്ചുവിൻ്റെ സംഭവം മാത്രമേ ഉള്ളൂ. അപ്പോൾ തോമു വന്നിട്ടുണ്ട്. അതാണ് അവിടെ കുപ്പികളും കാര്യങ്ങളും ഇരിക്കുന്നത്. അപ്പോൾ ഡാഡി എങ്ങനെയാണെന്ന് വെച്ചാൽ പോയി വരണോട് കൂടിയിട്ട് തോമുവിനെയും കൊണ്ടാണ് വന്നത് കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവർ അക്കീടെ ഒടിക്ക് പോവാണ് ലീലമ്മാമ്മേനെയും കൊണ്ട്. അപ്പോൾ അങ്ങനെ ഡോണും ഡിവൈനും കുട്ടികളും ലീലാമ്മയും കൂടിയിട്ട് അക്കീടെ വീട്ടിൽ പോയി. പോയി കഴിഞ്ഞിട്ട് ഞാൻ സുഖമായിട്ടൊന്ന് കിടന്ന് ഉറങ്ങി. സംഭവം എന്തുണ്ടായെന്ന് വെച്ചാൽ ഞാൻ ഫോൺ നോക്കിയപ്പോൾ ഫോൺ കംപ്ലൈൻറ്റ്. ഒരു വീഡിയോസും കാണുന്നില്ല, ഫോട്ടോസും കാണുന്നില്ല, ഒന്നും കാണുന്നില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ ഒന്നും നടക്കില്ല. അപ്പോൾ ഞാൻ ഗ്രൂപ്പിലേക്ക് മെസ്സേജ് അയച്ചു, നാളെ വീഡിയോസൊന്നും ഉണ്ടാവില്ല കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ കുറച്ച് കഴിഞ്ഞ് ഒരു 11 മണിക്കൊക്കെ ഞാൻ നോക്കിയപ്പോൾ ഞാൻ റീസ്റ്റാർട്ട് ചെയ്തപ്പോൾ അത് ഓക്കെ ആയി. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ അത്രയും ഗ്യാപ്പുള്ള സംഭവങ്ങളില്ലെങ്കിലും ബാക്കിയുള്ളത് എടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ വേഗം ചെന്നപ്പോഴേക്കും നമ്മുടെ കുട്ടികളൊക്കെ കിടന്ന് സുഖമായിട്ട് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. ഡോണും ഇവരൊക്കെ വന്ന് മുകളിലേക്ക് പോയി, ഡിമ്പിളും കൊച്ചും കിടന്നു. അപ്പം ഞാൻ വിചാരിച്ചു ഇനി മുടങ്ങണ്ട, പറ്റാവുന്ന പോലെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഗ്യാപ്പിലുള്ളതൊന്നുമില്ല കേട്ടോ. രാത്രിയിലത്തെ ഫുഡും കാര്യങ്ങളൊന്നുമില്ല. അങ്ങനെ എല്ലാം കഴിഞ്ഞു. ഞാൻ വന്നപ്പോൾ എല്ലായിടവും ക്ലീൻ ആക്കിയിട്ടുണ്ട് ഡിമ്പിൾ. അപ്പോൾ പിന്നെ എനിക്ക് വേറെ ഒന്നും വേണ്ടി വന്നില്ല. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തിട്ട് അവസാനിപ്പിക്കാമെന്ന് വിചാരിച്ചു. അപ്പോഴാണ് ഇന്ന് എന്നോട് കുറേ കുട്ടികൾ പതിവില്ലാണ്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്തിനാണ് ഈ വെള്ളം വെക്കണേന്നുള്ളത്. അപ്പോൾ ഞാൻ കുട്ടികളോട് പറഞ്ഞു അത് വേറെ ഒന്നുമല്ല, എനിക്ക് തോന്നണു ഞാൻ 1-2 കുട്ടികൾ എനിക്ക് പേഴ്സണലി മെസ്സേജ് ചെയ്തപ്പോൾ ഞാൻ അവർക്കും പറഞ്ഞു കൊടുത്തു കേട്ടോ. ഞാൻ കഴിഞ്ഞ മാസം എനിക്ക് തോന്നുന്നു 1 മാസത്തോളമായി തോന്നുന്നുണ്ട്, നിങ്ങൾ കാണുന്നവർക്കറിയാം ഞാൻ എത്രയായി എന്നുള്ളത്. അപ്പോൾ ഞാൻ കണ്ടു ഇങ്ങനെ വെള്ളം രാത്രി നിറച്ച് വെച്ചിട്ട് രാവിലെ എണീക്കുമ്പോൾ അത് കണ്ട് എണീക്കൽ അടുക്കളയിൽ ചെല്ലുമ്പോൾ നിറഞ്ഞ ഒരു പാത്രത്തിൽ വെള്ളം ഇരിക്കുന്നത് നല്ലതാണെന്ന് പറഞ്ഞു. അപ്പം ഞാൻ വിചാരിച്ചു ഒരു വെള്ളം ഒരു പാത്രത്തിൽ വെക്കുന്നത് ഇപ്പം അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമല്ലല്ലോ. രാവിലെ എണീറ്റിട്ട് ആരാണ് ആദ്യം വരണതെന്ന് വെച്ചാൽ അവർക്ക് അതെടുത്ത് ഒഴിച്ച് കളയുകയും ചെയ്യാമല്ലോ. അപ്പം ഞാൻ വലിയ പാത്രമൊന്നുമല്ല, ഈ ഒരു കുഞ്ഞു പാത്രത്തിൽ എല്ലാ ദിവസവും ഇപ്പം വെച്ച് ശീലമായി തുടങ്ങി. അപ്പോൾ എൻ്റെ മനസ്സിൽ എനിക്ക് തോന്നുന്നു
നമ്മുടെ വെള്ളം വീഞ്ഞാക്കിയ പോലെ അങ്ങനെ എന്തോ എന്താണെന്ന് എനിക്കറിയില്ല. ഞാനങ്ങനെ കേട്ടപ്പോൾ എനിക്ക് തോന്നി അത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമല്ല, നല്ലതിനാണെങ്കിലും ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. എന്നെ സംബന്ധിച്ച് അതുകൊണ്ട് ദോഷമൊന്നും വന്നിട്ടില്ല കേട്ടോ. അപ്പം അങ്ങനെ ഇന്നത്തെ ദിവസം ഇങ്ങനെ അങ്ങോട്ട് കഴിഞ്ഞു. അതാ ഞാൻ പറഞ്ഞത്, കുറേ നേരം പോയ കാരണം എനിക്ക് കാര്യമായിട്ട് പിന്നെ ഫോണും കംപ്ലൈൻ്റ് ആയ കാരണം എനിക്കൊന്നും പ്രത്യേകിച്ച് എടുക്കാനൊന്നും പറ്റിയിട്ടില്ല. എന്നാലും ഉള്ളത് വെച്ചിട്ട് ഇല്ല എന്ന് പറയണേക്കാളും നല്ലതല്ലോ ഉള്ളത് നിങ്ങൾക്ക് എത്തിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ്. ഇപ്പോഴും വീഡിയോസിന് എന്തൊക്കെയോ ഒരു വ്യത്യാസമുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ. അതുവരെ എല്ലാവർക്കും ബൈ.